സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അരുന്ധതിയുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ, എന്താടി നീ ഇവിടെ വന്ന് നാടകം കളിക്കണമെന്ന് ദേവികയോട് തിരിച്ച് അരുന്ധതി ചോദിക്കുന്നു. മേഡം, എന്റെ മുന്നിൽ ഒരുപാട് അഭിനയിക്കണ്ട. മേഡം ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. മേഡത്തിന് എന്റെ ഭർത്താവിന്റെ കുടുംബത്തോടുള്ള പകയെക്കുറിച്ചും എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ, എന്താ നീ MLA പവറും വെച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ? അല്ല മേഡം, ഒരിക്കലും അല്ല. MLA കാറിലല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോ അരുന്ധതി മേഡത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്ത സാധാരണ ഒരു ജീവനക്കാരിയായിട്ടാണ് ഈ ദേവിക ഇവിടെ എത്തിയിരിക്കുന്നത്. പറയേ, എന്റെ നന്ദു എവിടെ? എനിക്ക് അവനെ വേണം. നിങ്ങളാണ് പഴയ കണക്കും പറഞ്ഞ് അവനെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും നന്ദുവിനെ അന്വേഷിച്ച് 1-2 പ്രാവശ്യം ചന്ദ്രത്ത് വീട്ടിലേക്ക് വന്നില്ലേ? പിന്നെ തക്കം പാർത്ത് നിങ്ങൾ പകരം വീട്ടി എന്നൊക്കെ പറയുമ്പോ, എന്നോട് നിന്റെ നമ്പർ നിറക്കാൻ നിൽക്കണ്ട. എല്ലാവരും ചേർന്ന് നന്ദനെ മാറ്റി നാടകം കളിച്ചിട്ട് ഇപ്പോ അവിടെ നിന്നും അവനെ കാണാതെയായിട്ട് എന്റെ മുന്നിൽ വന്ന് ചോദ്യം ചോദിക്കുന്നോ? നീ ഏത് SP കൊണ്ട് കേസ് കൊടുത്താലും എനിക്ക് നന്ദനെ കുറിച്ച് അറിയില്ല. മേഡം പ്ലീസ്, എനിക്കറിയാം മേഡത്തിന്റെ അവസ്ഥയെക്കുറിച്ച്. ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മയാണ് മേഡം. അതിന് പിന്നിൽ നന്ദു ആണെന്നും മേഡത്തിന് അറിയാം. പക്ഷേ ഇപ്പൊ നന്ദു എവിടെയാണെന്ന് മേഡം പറയണം. ദേവിക, എനിക്ക് ഇതിനൊന്നും മറുപടി തരാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയിപ്പിക്കും മേഡം. ഒരിക്കൽ കൂടി ദേവിക ഇങ്ങോട്ട് വരും. അപ്പൊ മേഡം എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും. എണ്ണി എണ്ണി ഞാൻ അപ്പൊ ചോദിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങി പോവുകയാണ്. അങ്ങനെ അരുന്ധതിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. തുടർന്ന് ഐസക് ആണെങ്കിൽ ഇസബല്ലയോട് കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. SP വഴി ദേവിക അന്വേഷണം നീക്കുന്നുണ്ടെന്ന് പറയുമ്പോ, പാപ്പ, കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇസബല്ല പറയുന്നു. അത് തന്നെയല്ലേ ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും പാപ്പ? അരുന്ധതി മേഡം എന്നെ വിളിച്ചിരുന്നു. SP ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചെന്ന് പറഞ്ഞു. അവര് എല്ലാ സത്യങ്ങളും തുറന്നു പറയുമോ? അങ്ങനെ പറഞ്ഞ എല്ലാം കഴിഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ അരുന്ധതി മേഡത്തിൽ ചെന്ന് കണ്ട് മൊഴി മാറ്റി പറയാനായിട്ട് പറയാം. വേണ്ട, അതൊരിക്കലും വേണ്ട. ഇനിയിപ്പോ അവര് നമ്മൾ ഭയന്നിരിക്കുകയാണെന്ന് അറിഞ്ഞാൽ കൂടുതൽ സംശയങ്ങൾക്ക് ഇടവരുത്തും. അതുകൊണ്ട് ഒരിക്കലും നീ ഭയന്നിരിക്കുകയാണെന്ന് വിചാരിക്കരുത്. സ്ട്രോങ് ആയിട്ട് നിൽക്ക്. കാര്യങ്ങൾ എന്താവുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ നന്ദന്റെ കേസിൽ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നിന്നെയും കെവിനെയും അടുത്തത് വിളിക്കും. അപ്പോ സ്ട്രോങ് ആയിട്ട് വേണം പെരുമാറാൻ വേണ്ടിയിട്ട്. അല്ല പാപ്പ, ഒരുപക്ഷെ ഈ അരുന്ധതി മേഡം സത്യങ്ങളെല്ലാം SP തുറന്നു പറയുകയാണെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കുക? അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഈ നന്ദനും ഋഷിയും മാറി നിൽക്കുന്നത് പോലെ എവിടേക്കെങ്കിലും ഒളിവിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. എന്താ വരുന്ന വെച്ചാ അതങ്ങ് ഫേസ് ചെയ്യാം. മാത്രല്ല ദേവിക ഒരുപാട് SP പ്രഷർ ചെയ്യുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ എന്നോട് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കളിയാക്കുന്ന രീതിയിലേക്കാണ് സംസാരിച്ചിരുന്നത്. പാപ്പ, ഞാൻ കാരണം കൊണ്ട് സാരില്ല, എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇസബല്ലയെ സമാധാനിപ്പിക്കുകയാണ് ഐസക്. ശേഷം പ്രഭാവതി ആവട്ടെ നന്ദന്റെ ഫോട്ടോ നോക്കി അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോനെ, അമ്മയുടെ പൊന്നു മോനെ, എവിടെയാടാ? നിന്നെ ലാളിച്ചും കുഞ്ചിച്ചും വഷളാക്കിയെന്ന് പറഞ്ഞ നിന്റെ ഭാര്യയും നിന്റെ അച്ഛനും എന്നെ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ വിട്ടു കളയാൻ പറ്റുമോ? മോൻ എവിടെയാ എന്നൊക്കെ പറഞ്ഞ് ആ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവികയാണെങ്കിൽ അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ പുറകിൽ വന്ന് തൊടുന്നുണ്ട്. എന്താ എന്താ നിനക്ക് വേണ്ടത്? അമ്മേ, അമ്മ അങ്ങനെ വിഷമിക്കല്ലേ, എല്ലാം ശരിയാകും. ദേവിക നിർത്ത്. ഇത് കുറെ ദിവസമായി ഞാൻ കേൾക്കുന്നു. എല്ലാവരും ചേർന്നേ ശരിയാകും ശരിയാകും എന്ന് പറയുന്നു. പക്ഷെ ഒന്നും ശരിയാകുന്ന ലക്ഷണമില്ല. എവിടെ എന്റെ മോൻ? എന്റെ മോനെ എവിടെയാ എല്ലാവരും ചേർന്ന് കുരുതിക്ക് കൊടുത്തിരിക്കുന്നത്? വീണ്ടും എന്റെ മുന്നിൽ നാടകം കളിക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, അമ്മേ ഒരിക്കലും അല്ല. നാടകം കളിച്ചിരുന്നു എസ്തപ്പാൻ ചേട്ടന്റെ വീട്ടിലേക്ക് നന്ദനെ മാറ്റിയിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സ് തട്ടിയാ പറയുന്നത്, നന്ദുവിന്റെ പിന്നിൽ ആരാണെന്ന് അറിയില്ലമ്മേ. അപ്പോ എന്റെ മോൻ ജീവനോടെ ഇരിക്കുന്നുണ്ടോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രഭാവതി ആണെങ്കിൽ ദേഷ്യപ്പെടുമ്പോ, അമ്മേ എന്നെ വിശ്വസിക്ക്, എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നിന്നെ കൊണ്ട് പറ്റുന്ന എന്താ നീ ചെയ്യുന്നത്? നീ നോക്ക്, എല്ലാവരും ചേർന്ന് എന്റെ മോനെ രക്ഷിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കുഴിയിൽ കൊണ്ടുവന്ന് ചാടിച്ചു. അല്ലെങ്കിലും നിസ്സാര കാര്യത്തിനല്ലേടി നീ അവനെ വിട്ടിട്ട് പോയത്? നിനക്ക് അവനോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ നീ അവനോടൊപ്പം നിൽക്കില്ലായിരുന്നോ? ഇപ്പോ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതെന്ന് നീ കാണിച്ചു കൂട്ടുന്നു. അമ്മേ അനാവശ്യം പറയരുത്. ഞാൻ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് നിന്റെ സമാധാനം കേൾക്കണ്ടെങ്കിലോ? അല്ലെങ്കിലും നിനക്കിപ്പോ ഭയങ്കര അഹങ്കാരാണ്. അവനെ നിനക്ക് വേണ്ട. നീ അവനെ വിട്ട് കളഞ്ഞു പോയതില്ലെന്നൊക്കെ ചോദിക്കുമ്പോ, അമ്മേ സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം ഇതിനു മുന്നേ നന്ദുവിനെ വിട്ടിട്ട് പോവാനായിട്ട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായി. എന്നിട്ട് ഞാൻ പോയില്ലല്ലോ. അപ്പോ നിനക്ക് പോണമെന്നുണ്ടായിരുന്നോ? നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം. നീ ആ ജീവിതം ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതെന്നൊക്കെ പറയുമ്പോ, അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ എനിക്കിപ്പോ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഡീ, നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? അമ്മേ, ഞാൻ അമ്മയുടെ മരുമോളാണ്, അല്ലാതെ അടിമയല്ല. എങ്കിലേ ഒരു കാര്യം ചെയ്യേ, ഒരു മൈക്ക് എടുത്ത് നീ പ്രസംഗിക്ക്. നാട്ടുകാരെല്ലാവരും കേൾക്കട്ടെ.
അതിന്റെയൊന്നും ആവശ്യമില്ലമ്മേ. ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം എന്താണെന്ന് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോ, ഓ, അപ്പൊ നിന്നെ ദ്രോഹിക്കുന്ന അമ്മായിയമ്മയും അമ്മായിച്ചനൊക്കെ ആണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതാണോ നാട്ടുകാർക്ക് അറിയാതെന്നൊക്കെ ചോദിക്കുമ്പോ പെട്ടെന്ന് ദേവികയ്ക്ക് സ്വയബോധം വരികയാണ്. അമ്മേ, സോറി, ഞാൻ അറിയാതെ. വേണ്ടടി, പറഞ്ഞോ. അങ്ങനെ ദേവികയാണെങ്കിൽ അവിടെ നിന്നും വഴക്കിടാതെ പോകാൻ നിൽക്കുമ്പോ, നിക്ക്, ഇതിന് മറുപടി തന്നിട്ട് പോയാൽ മതി. നീ എന്താ നീ ഉദ്ദേശിച്ച? നാട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങൾ അത്രയ്ക്കും ക്രൂരത ചെയ്യുന്ന ആൾക്കാരാണെന്നാണോ അറിയാവുന്ന എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവിക്ക് വീണ്ടും വീണ്ടും ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് പ്രഭാവതി. അങ്ങനെ അരുന്ധതി ആവട്ടെ CPയെ വിളിക്കുന്നുണ്ട്. CP, നമ്മളിപ്പോ ചന്ദ്രോത്ത് വീട്ടുകാരെയാണ് ഋഷിയുടെയും നന്ദന്റെയൊക്കെ മിസ്സിങ്ങിന് പിന്നിൽ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്കിപ്പോ മറ്റൊരാളുടെ മുഖം കൂടി ഓർമ്മയിൽ വരുന്നു. നമ്മൾ ആ പേര് മറന്നു പോയതാണെന്നൊക്കെ പറയുമ്പോൾ, മേഡം എന്താ ഉദ്ദേശിക്കുന്നത്? ആരെയും മേഡത്തിന് സംശയം? അത് എനിക്ക് ആ ത്യാഗരാജന് എന്നോടും ഋഷിയോടൊക്കെ ദേഷ്യമുള്ള കാര്യം തനിക്ക് അറിയാമല്ലോ മേഡം. ശരിയാണ്. അല്ല, അയാൾ മുംബൈയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ഒരു വിവരമില്ല. 1-2 ദിവസത്തിനല്ലേ അയാൾ പോയത്. പിന്നീട് അയാൾ എവിടെയാണ്, എന്താണെന്ന് ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ, ശരി മാഡം, ത്യാഗരാജന്റെ നീക്കങ്ങൾ വളരെ കൃത്യമായി തന്നെ അന്വേഷിക്കണം. അവർ ഋഷിയെ കടത്തി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ, മാഡം ഫോൺ വെച്ചാൽ ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നീക്കം ചെയ്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് CP ആണെങ്കിൽ അരുന്ധതിയെ സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും അരുന്ധതിക്ക് ത്യാഗരാജനോടാണ് കൂടുതൽ ഡൗട്ട് തോന്നുന്നത്. പിന്നീട് വീണ്ടും ദേവിക രണ്ടും കൽപ്പിച്ചുകൊണ്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മേ, സോറി അമ്മേ, ഞാൻ എന്തൊക്കെയോ ദേഷ്യം വന്നപ്പോ വിളിച്ചു പറഞ്ഞതാ. വേണ്ട ദേവിക, നിനക്കൊരു തരി പോലും നന്ദനെ കാണാത്തതിൽ വിഷമമില്ല. അല്ലെങ്കിൽ നീ ഇങ്ങനെ പാറക്കല്ല് പോലെ നിൽക്കുമോ? കാര്യം എന്റെ സിദ്ധുവിനെയാണ് കാണാതായിരിക്കുന്നുവെങ്കിൽ ഞാൻ തകർന്നു പോയേനെ. പക്ഷെ നിനക്ക് ഒരു അനക്കവുമില്ല, ഒരു കുലുക്കവുമില്ല. ശരിക്കും നീ നന്ദനെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മേ, വീണ്ടും വീണ്ടും അമ്മ എന്നെ ചൊടിപ്പിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇല്ല, നീ ചെയ്യുന്നില്ല. നിനക്ക് അവനെ വെറുപ്പാണ്. നിനക്ക് അവനെ വേണ്ട. നീ അവനെ സ്വയം കുഴിയിൽ ചാടിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ, ഇതിനൊന്നും മറുപടി തരാനായിട്ട് എനിക്ക് കഴിയില്ല അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം സിദ്ധു ആണെങ്കിൽ ഇവരുടെ ഈ ഒരു സംഭാഷണങ്ങളൊക്കെ കേട്ട് പുറത്തങ്ങനെ തകർന്നു നിൽക്കുകയാണ്. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? ആ മോളെ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ അകത്ത് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. അത് പിന്നെ അമ്മ ഓരോന്ന് പറഞ്ഞപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. അറിയാം മോളെ, പ്രഭയുടെ സംസാരം കേട്ട ആർക്കായാലും നിയന്ത്രണം വിട്ടുപോകും. പിന്നെ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലും കുറ്റം പറയാനായിട്ട് കഴിയില്ലല്ലോ. കാരണം അവൾ നൊന്ത് പ്രസവിച്ച മകനെയല്ലേ കാണാതെയായിരിക്കുന്നത്. അപ്പൊ പിന്നെ എല്ലാവരുടെയും കുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് അവൾക്ക് ദേഷ്യപ്പെടാനല്ലേ കഴിയുള്ളൂ. നമ്മളത് കേൾക്കാനും ബാധ്യസ്ഥരാണല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ നമ്മളും ചെയ്തിരുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് പോയതാ. അച്ഛനോട് മാപ്പാക്കണം. ഏയ്, സാരല്ല മോളെ, മോളുടെ ഭാഗത്ത് ചിന്തിച്ചാലും ന്യായമുള്ള കാര്യം തന്നെയല്ലേ. എന്തായാലും ഇപ്പൊ എല്ലാവരും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. മോള് വിഷമിക്കണ്ട. എന്താ മോളുടെ അടുത്ത തീരുമാനം? ഞാൻ SP ഓഫീസിലേക്ക് പോകാൻ പോവുകയാണ്. നാളെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരാം. പിന്നെ നമുക്ക് നോക്കാം നന്ദുവിനെ നമുക്ക് എവിടെന്നെങ്കിലും കണ്ടെത്താം എന്നൊക്കെ പറയുമ്പോ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ തകർന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മോളെ, എന്റെ മോന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ധൈര്യത്തോടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം സിദ്ധു ആണെങ്കിൽ കണ്ണു തുടയ്ക്കുന്നുണ്ട്. അയാൾക്ക് ഒട്ടും സഹിക്കാനായിട്ട് കഴിയുന്നില്ല നന്ദന്റെ ഇപ്പോഴത്തെ മിസ്സിങ്. അങ്ങനെ നന്ദനാണെങ്കിൽ ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് ബഹളം വെക്കുകയാണ്. എന്നെ വിട്ടയക്ക്, എന്നെ പുറത്തു പോവാനെങ്കിലും ഒന്ന് സമ്മതിക്കെന്നൊക്കെ പറയുമ്പോ, സാറേ, അറിയാലോ, പ്രകാശ് സാറ് പറഞ്ഞത് ഇവിടെ നിന്നും പുറത്തു പോകാനായിട്ട് പറ്റില്ല. സാറിന്റെ രക്തം ദഹിക്കുന്ന ഒരുപാട് പേർ പുറത്തുണ്ട്. ഇതേ നോക്ക്, ഞങ്ങളെ മട്ടനും നെയ്ച്ചോറും പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സാർക്ക് എന്താ വേണ്ടിച്ച എടുത്ത് കഴിക്കും, ഒരു കുറവും വരുത്തരുത് എന്നല്ലേ പ്രകാശ് സാർ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്നും വേണ്ട. എനിക്ക് ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുന്നു. ഞാൻ എന്റെ വീട്ടുകാരുടെ അടുത്ത് പോയി പറഞ്ഞോളാം പ്രകാശിന്റെ നന്മയെ കുറിച്ച്. അതൊന്നും വേണ്ട. എന്നാലേ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ ബഹളം വെക്കുമ്പോ, ഏയ് നന്ദ, എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ് അങ്ങോട്ട് വരികയാണ്. പ്രകാശ്, പ്ലീസ്, എല്ലാവരും എന്നെ കാണാതെ ടെൻഷൻ ഇരിക്കും. പ്ലീസ് എന്നെ ഒന്ന് വിട്ടയക്കെന്നൊക്കെ പറയുമ്പോ, ദേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്കും പല പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം നീ അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ 2 ദിവസം കഴിയട്ടെ, അതിനുശേഷം പറയാമെന്നൊക്കെ പറയുമ്പോ, പ്രകാശ്, എന്താ ഇതിന് പിന്നിലുള്ള സത്യം? നീ എന്നോട് തുറന്നു പറയും. ഏയ് നന്ദൻ, കൂൾ ഡൗൺ, നീ ഭക്ഷണം കഴിക്ക് എന്ന് പറഞ്ഞ് പ്രകാശ് ആണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം ഗുണ്ടകളോട് നന്ദൻ ചോദിക്കുന്നുണ്ട്, പ്രകാശ് എന്തോ ഒളിക്കുന്നുണ്ട്, സത്യം പറയും, പ്രകാശ് പരോളിൽ ഇറങ്ങിയത് തന്നെയാണോ?
അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല സാർ. എന്തായാലും സാറിന് നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടാണോ നിങ്ങൾ ആദ്യം എന്നെ ഉപദ്രവിച്ചതെന്ന് ചോദിക്കുമ്പോൾ സാർ അത് പ്രകാശ് സാർ പറഞ്ഞല്ലോ ഓരോ രീതികളാണെന്ന്. ഓ അങ്ങനെയാണല്ലേ. എന്തായാലും ഈ സമയം ഗുണ്ടോൾ പറയുന്നുണ്ട് സാറത് അടങ്ങ്. എന്തായാലും എല്ലാം സമയത്തിന് പ്രകാശ് സാറ് ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ അടക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ നന്ദൻ എല്ലാവരോടും പൊട്ടിത്തെറിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.